ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് റമദാനിലെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. ഇതിൽ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസും പിന്നെ നമ്മളെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. അപ്പോൾ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അതായത് നോമ്പിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിൽ പിന്നെ പബ്ലിഷ് ആക്കണം എന്നുള്ളതിൽ എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എല്ലാവരും ലൈക്കും കൂടെ ചെയ്യട്ടെ വീഡിയോക്ക്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടുനോക്കണേ. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എടുത്ത് വെച്ച വീഡിയോ ഒന്ന്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പുകളൊക്കെ ആട്ടെ ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടിരുന്നുണ്ട് പ്ലാന്റ്സ് വെക്കാനായിട്ട്. അപ്പോൾ 2 സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഒന്നാണ് ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നീളത്തിൽ പൈപ്പ് വെച്ചിട്ട് അടിച്ചതാണ് കേട്ടോ. അങ്ങനെ അതിൽ ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻ്റൊക്കെ കൊടുത്തിട്ട് പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ അഗ്ലോണിമ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടിൽ ഞാൻ അതുപോലത്തെ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൽ ഞാൻ പ്ലാന്റ്സ് വെക്കാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ കുറച്ച് മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അന്ന് 750 അങ്ങനെ എന്തോ റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് 4 സ്റ്റാൻഡായിട്ടാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് ഞാൻ നമ്മളിങ്ങനെ വെള്ളം നനയ്ക്കണതിനനുസരിച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ. അപ്പോൾ ഞാൻ അതിനും പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ വെക്കുന്ന സ്റ്റാൻഡ് ഇതും നമ്മൾ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ 4 സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാതും ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലൊക്കെ ഞാൻ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സ്റ്റാൻഡ് വെള്ളം തട്ടി അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് ഞാൻ അത് കുറച്ച് നാൾക്ക് നമ്മൾ പേപ്പറൊക്കെ മറ്റേ പേപ്പറല്ലേ നമ്മൾ തുരുമ്പൊക്കെ കളയണ പേപ്പർ അതൊക്കെ ഇട്ട് വരുത്തി കളഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് അതിലങ്ങനെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തു സിറ്റ് ഔട്ടിൽ. ഇനിയിപ്പോൾ നമ്മൾ അകത്തും കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലിവിങ്ങിൽ ഞാൻ ഇതുപോലെ ടേപ്പോയില്ലേ, ആ ടേപ്പോയിൻ്റെ മേലെ നമ്മളെ ആന്തൂറയാട്ട വെച്ച് കൊടുക്കുന്നത്. മിനിയേച്ചർ ചെറിയ ആന്തൂറയില്ലേ അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അങ്ങനെ കാണാൻ ചെറുതായിട്ട് ഇങ്ങനെ വലിയ ആന്തൂറയതിനെക്കാട്ടും ഭംഗിയായിട്ട് അങ്ങനെ ചെറുതായിട്ട് മിനിയേച്ചറായിട്ട് കാണണം. അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റിൻ്റെ മേലായിട്ട് നമ്മളെ ഫിലോഡൻഡ്രോൻ്റെ ഒരു പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോൻ്റെ അവിടെ ആയിട്ട് ഒരു സി പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ലിവിങ്ങിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ലിവിങ്ങിൽ നിന്ന് ഡൈനോ കിടക്കുന്ന കോർണറില്ലേ അവിടെ അതുപോലെ ചെറിയ സ്റ്റാൻഡാണ് കേട്ടോ. അത് നമ്മൾ മറ്റേ സിറ്റൗട്ടിൽ കണ്ട വലിയ സ്റ്റാൻഡിൻ്റെ ചെറുതാണ്. അവിടെ ഞാൻ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ പോട്ടിലാക്കിയിട്ട് സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ഫസ്റ്റ് കോർണറിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ ഫിലോഡൻഡ്രോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, പോട്ടായിട്ട് ഉപയോഗിക്കട്ടെ. നമുക്കതിൽ ചെടി നടുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ സ്റ്റാൻഡായിട്ട് അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലാണ് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫിലോഡൻഡ്രോൺ ആണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ താഴെ ഇല്ലേ അങ്ങനെ നമ്മൾ ഗ്രാസ് ഇട്ടിരിക്കുന്ന സ്ഥലം അവിടെ ഞാൻ ഇതുപോലെ 2-3 ടൈപ്പ് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അഗ്ലോണിമൻ്റെ പ്ലാന്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മണി പ്ലാന്റ്സ് 3 ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ സ്റ്റെപ്പ് കയറുന്ന ആ ഭാഗമില്ലേ അവിടെ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട്. ഇത് തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് ആട്ടത്. നമ്മൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കണ ഒരു ചൂടാറാതിരിക്കാൻ ഇറക്കി വെക്കണ ഒരു ബോക്സ് ഉണ്ട് തെർമോക്കോളിൻ്റെ. ഇതിപ്പോൾ കുറേ മുന്നേ എനിക്ക് കുഞ്ഞിരാ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്ലാന്റ്സ് വെക്കാൻ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ കൊണ്ടുവന്ന ആ ടൈമിൽ ഞാനതിൽ വൈറ്റ് പെയിൻ്റൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ പെയിൻ്റൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ വെച്ചു. ഇപ്പോൾ അതിൽ രണ്ടും ഞാൻ ഒന്ന് നമ്മൾ സെറ്റിൻ്റെ മൂലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് സ്റ്റെപ്പ് കയറുന്ന അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സ് ആയിട്ടാണ് വെച്ചിട്ടുണ്ട്. ഒന്നിൽ നമ്മൾ അഗ്ലോണിമ എന്താ പറയുക ബോക്സർ എന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് വെച്ചിട്ടുണ്ടായത്. മറ്റേത് നോർമൽ അഗ്ലോണിമ അങ്ങനെ വെച്ച് 2ലും അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ TV യൂണിറ്റിൻ്റെ ആ ഷോക്കേസിൻ്റെ ആ ഭാഗമില്ലേ അവിടെ ഞാൻ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അലവരൻ്റെ പ്ലാന്റ്സ് 2 വെച്ചിട്ടുണ്ട്. അത് ഞാൻ മണ്ണിൽ തന്നെയാണ് കേട്ടോ, സാധാ പോട്ടിൽ മണ്ണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുറച്ച് അഗ്ലോണിമ, മണി പ്ലാന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്, പിന്നെ ചെറിയ സ്നേക്ക് പ്ലാന്റിൽ അതൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം അങ്ങനെ സെറ്റ് ചെയ്തു.
ഇനി ഇതാ നമ്മൾ ഡിന്നറിൻ്റെ മൂലയിൽ ആ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ആ ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഞാൻ വെച്ചിട്ട് അവിടെ ആ ഗ്ലോണിമെന്നാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് സെറ്റാക്കി. പിന്നെ ഞാൻ ബെഡ്റൂമിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ്റൂമിലും അതേപോലത്തെ സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സ്റ്റാൻഡിൽ മേലെ ഞാൻ സ്നേക്ക് പ്ലാന്റ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലൊക്കെ വെച്ച് ചെയ്താൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പിന്നെ പ്ലാന്റ്സ് ആണ് പിന്നെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത് പിന്നെ ബെഡ്റൂമിൽ വെക്കുക എന്നുള്ളതിൽ അങ്ങനെ സ്റ്റാൻഡിൽ അതും വെച്ചിട്ടോ. അങ്ങനെ നമ്മളെ അകത്തുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ഇപ്പോൾ ലൈക്ക് ചെയ്തേക്കട്ടെ. പിന്നെ അതാ നമ്മൾ ഈ പർഗോളൻ്റെ ഉള്ളിലൊക്കെ ഞാൻ നമ്മുടെ പിന്നെ എന്താ പറയുക ലക്കി ബാമ്പു മണി പ്ലാന്റ് ഇതൊക്കെ പിന്നെ വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നോമ്പിന് റമദാൻ്റെ അന്ന് എടുത്ത വീഡിയോസ് ആട്ടോ ഇനി കാണിക്കണത്. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നോമ്പ് 4 അങ്ങനെ 3 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം 4 മണി അസറൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന ഉടനെ ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്തേക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ പുട്ടിന് പിന്നെ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നിസ്കരിക്കാൻ പോകണ മുന്നേ തന്നെ ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ പിന്നെ നമ്മൾ വെജിറ്റബിളും പിന്നെ നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ കാര്യങ്ങൾ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രീസറിൽ നിന്നും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ 2 അടിപൊളിയായിട്ട് നല്ല റെസിപ്പി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അതിനുള്ള ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം പിന്നെ എന്താ പറയുക പിന്നെ കാബേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുറച്ചൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ കട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ പുട്ട് ചുടുന്നിടയിൽ കൂടെ തന്നെ ഞാൻ അങ്ങനത്തെ കട്ടയിൽ പരിപാടി അങ്ങനത്തെ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് തന്നെ പിന്നെ പുട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പുട്ട് കുഴക്കണ ചുടുന്ന അങ്ങനെ വീഡിയോ ഒന്നും ഞാനതിൽ കാണിക്കണമെന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ പുട്ട് ചൂടുന്ന ഇടയ്ക്കൂടെ തന്നെ കറി ഉണ്ടാക്കി. പിന്നെ നമ്മൾ പിന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മേലെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അതൊക്കെ നനക്കാണ്ടായിരുന്നു. അത് നനച്ചു പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്ന് ഞാൻ ചിക്കൻ കബാബാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രെഡ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കബാബിനുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കട്ടോ. അപ്പം ഞാൻ അതുപോലെ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇതൊന്ന് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാബേജ് നീളത്തിൽ കട്ട് ചെയ്തു, മറ്റൊക്കെ ഞാൻ സ്ക്യൂബായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കട്ടോ. ആദ്യം ഒന്ന് നല്ല നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഞാൻ നല്ലൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് നല്ല വെന്തൊട്ടോ ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് ആയാലും നല്ലൊന്ന് വേവണം. അതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് സോയ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സോയ സോസ് ഒഴിച്ചതിന് ശേഷം
1 ടേബിൾ സ്പൂണോളം ഞാൻ പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സോസുകളും വെജിറ്റബിളൊക്കെ നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ സാധാ നോർമൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സ്റ്റവ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കോൺഫ്ലവർ പെട്ടെന്ന് പിന്നെ കട്ടായി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കോൺഫ്ലവറും വെജിറ്റബിളൊക്കെ നല്ലൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചതില്ലേ നമ്മൾ ചില്ലി ഫ്ലെക്സ് അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും കൂടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ 3 പൊടികൾ ഇട്ടെടുത്തതിന് ശേഷം നല്ലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിളും പൊടികളൊക്കെ നല്ലൊന്ന് മിക്സാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ സോയ സോസ് ചേർത്തുകൊണ്ട് ഇത്തിരി ഉപ്പ് ഇതിലുണ്ടാവും. അപ്പോൾ ഉപ്പ് നമ്മൾക്ക് പിന്നെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പം നോമ്പൊക്കെയല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഉപ്പിൻ്റെത്. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് നല്ല വേവിച്ച് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഉടച്ചെടുത്തിട്ടുള്ളത്. നല്ല മാഷർ വെച്ചിട്ട് തന്നെ നമ്മൾ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കബാബ് ഇങ്ങനെ പിന്നെ ഷേപ്പാക്കി എടുക്കുമ്പോൾ കഷ്ണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ല ഉടച്ചിട്ട് തന്നെ നമുക്ക് ചേർത്ത് വെക്കാം. നല്ലൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടച്ചാൽ തന്നെ ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ചിക്കൻ വേവിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് തന്നെ കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. വേവിച്ചതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ കബാബിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ബ്രെഡ് കൊണ്ട് ഡയറ്റ് ഉണ്ടാക്കേണ്ടതെന്ന് അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബോളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ഒരു സവാളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സവാള എടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു സവാള നോക്കിയിട്ട് എടുത്താൽ മതിയേ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് കുറച്ച് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ചെയ്തായിരുന്നു കേട്ടോ. അത് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യില്ല, അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തതാണ്. പിന്നെ മല്ലിയില പിന്നെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയിലല്ലാതെ മല്ലിയില മാത്രമാണ്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മയോണൈസ് ഞാൻ അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം അപ്പം ഞാൻ മയോണൈസിൽ അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് എടുത്തിട്ടില്ല. അപ്പം മയോണൈസിൽ ഉപ്പ് ഇടണില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഇത്രയും നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10-12 പിന്നെ പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണേ. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ ബ്രെഡിൻ്റെ പിന്നെ അരുവില്ല, അതങ്ങനെ കട്ട് ചെയ്ത് കളയാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ അരൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ മുട്ടയും പാലും ബ്രെഡും എല്ലാം ഇതുപോലെ ഒന്ന് നമ്മൾ മാവ് പോലെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ആദ്യം തന്നെ ഒഴിക്കണമെങ്കിൽ പാല് കൂടി കഴിഞ്ഞാൽ ബ്രെഡ് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് പിന്നെ ചേർത്തെടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഇതിക്ക് 1/2 കപ്പ് പാലൊന്നും ആയിട്ടില്ല കേട്ടോ. 1/4 കപ്പും കുറച്ച് ഞാൻ പാല് ചേർത്തെടുത്തിട്ടുള്ളൂ. അത്രയും ചേർത്ത് മതിയാവും ഇത്രയും ബ്രെഡിലേക്ക് ഇട്ടാം. അപ്പോൾ അത്രയും ചേർത്തെടുത്ത് ഞാൻ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ഒന്ന് പിന്നെ നെയ്യൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യോ ബട്ടറോ നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ പുരട്ടി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ മിക്സില്ലേ അത് ഇതുപോലെ ഞാൻ ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ലെയർ പോലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ പിന്നെ വെജിറ്റബിളും മയോണൈസും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ ചിക്കനെല്ലാം കൂടി അത് ഇതുപോലെ ഒന്ന് ഒരു ലെയറാക്കി പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ ബ്രെഡിൻ്റെ പിന്നെ കൂട്ട് അതുപോലെ തന്നെ ഒന്നുകൂടി പരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 ലെയറായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡിൻ്റെ മിക്സ് മുഴുവൻ ഞാൻ അതുപോലെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ നല്ലൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലെ ഞാൻ ഓരോ പീസ് ഇങ്ങനെ ഇട്ടൊന്ന് പിന്നെ മേലെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ 2-3 കഷ്ണം ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ സ്റ്റൗവിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കേട്ടോ. പാന് നല്ല ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള സോസ് പാൻ അതിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ പിന്നെ ആ നേരം കൊണ്ട് തന്നെ നമ്മളെ കബാബിൻ്റെ ഫില്ലിങ്ങൊക്കെ എല്ലാം ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ പിന്നെ കബാബ് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് കുഴച്ചെടുക്കണ്ടേ. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മളെ കബാബിൻ്റെ നോർമൽ ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിൻ്റെ മുകളിൽ ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഷേപ്പാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിതാ കബാബ് നോർമലുള്ള ഷേപ്പാണ്. ഇതുപോലെ ഒരു ഉരുള ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കട്ടെ ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ സെറ്റാക്കിയെടുത്തത്. നമ്മളെ ഫില്ലിങ് ലൂസൊന്നല്ല കേട്ടോ, നല്ല ഇതിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കയ്യിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞ രണ്ടും കൂടി തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. അതായത് അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയിലേക്ക്. പിന്നെ ഉപ്പ്, നമ്മൾ മുട്ടക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് പിന്നെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യില്ല അതുപോലെ തന്നെ അങ്ങനെ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ നമ്മളെ മുട്ടയിൽ ക്രംസിലൊക്കെ ഇട്ട് പിന്നെ കോട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ എണ്ണ നല്ല തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇത് നമ്മളെ ബ്രെഡ് പോളില്ലേ അതൊന്ന് ഞാൻ പിന്നെ ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം ഞാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പിന്നെ വേവിച്ചെടുക്കുക ചെയ്തത്. അങ്ങനെ ഇതാ ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ബ്രെഡ് റോള് കഴിക്കാനായിട്ട് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇത് ഞാനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. നമ്മളെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫ്രൈ ചെയ്യണം ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ വെള്ളം കലക്കലും ജ്യൂസ് അടിക്കലും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യട്ടെ ആദ്യം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ടേബിളിൽ മക്കൾ കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇതാ നമ്മൾ ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ഈ പിന്നെ കബാബും അതുപോലെ തന്നെ നമ്മളെ ബ്രെഡ് പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.